ഓ പാടും ഞാൻ യേശുവിനായി ജീവിതകാലമെല്ലാം. ഓ പാടും ഞാൻ യേശുവിനായി ജീവിതകാലമെല്ലാം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 35 സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. നീ പലകയും പരിചയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, കേട്ടതായ വചനഭാഗത്തെ, യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ഈ വചനഭാഗം വായിക്കുമ്പോൾ പോരാട്ടം എപ്പോഴും ദൈവമക്കൾക്കല്ലേ ഉള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എപ്പോഴും പോരാട്ടം ഉണ്ടാകും. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ പ്രതിജ്ഞ എടുത്തവരും, കർത്താവിന് വേണ്ടി മാത്രമായിട്ട് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ച് ലഭിച്ചവർക്ക്, ജീവനെ തിരിച്ചു കിട്ടിയവർക്ക്, പ്രാണനെ തിരിച്ചു കിട്ടിയവർക്ക്, രോഗസൗഖ്യം കിട്ടിയവർക്ക്, ദൈവം തന്ന സകല നന്മകൾ ഓർക്കുന്നവർക്ക്, ദൈവമക്കളെ, കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പൊരുതുന്നവരോടും നമ്മളോട് വാദിക്കുന്നവരോടും നമ്മൾ പൊരുതാനും വാദിക്കാനും പോയാൽ നമുക്ക് ചെയ്യാൻ ഒരു ശുശ്രൂഷയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു പ്രാർത്ഥന, ദാവീദ് രാജാവ് ദൈവസനിൽ അപേക്ഷിച്ചതുപോലെ, യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുത്തുന്നവരോട് പൊരുതണമേ. ഈ ഒരു പ്രാർത്ഥന ദൈവസന്നിധി വെച്ചിട്ട് അവിടുന്ന് വരുന്ന ഒരു പ്രകരവും നമ്മളേക്കാതെ, മനസ്സുകൊണ്ടേക്കാതെ, നമ്മൾ നോക്കാതെ, ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചത് മാത്രം കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചു പോയാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും. ദൈവമക്കളെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാ, ഒരുവനെ ബിരുദം പ്രാപിക്കുള്ളൂ. ഒപ്പിക്കാൻ വേണ്ടി ആയിരിക്കും നമ്മുടെ കൂടെ ഓടുന്നവർ. നമ്മുടെ നോട്ടം കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമായിരിക്കണം. ആമേൻ. അങ്ങനെയെങ്കിൽ നിന്നാവാക്കോ പരിഹാസമോ പ്രശ്നങ്ങളോ നഷ്ടങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഇതൊന്നും നമ്മളെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. നമ്മളെ വിളിച്ച് വേർതിരിച്ച കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ കർത്താവിനെ ഒന്നോർക്ക, നമുക്ക് ലഭിച്ച നന്മ അത് വേറെ ആരും അല്ലല്ലോ ദൈവമക്കളെ നമുക്ക് പറഞ്ഞു തരേണ്ടത്. നമ്മൾ അനുഭവിച്ചത് നമുക്കറിയാമല്ലോ. എത്രത്തോളം ഈ ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചു, എത്രത്തോളം ഈ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചു. ഇതാരെങ്കിലും കൂടെ കൂടെ നമ്മളോട് പറഞ്ഞു തരണോ? ആരും പറഞ്ഞു തരണ്ട. അനുഭവത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഏറ്റുവാങ്ങിയ നന്മകൾ, നന്ദി നിറഞ്ഞ ഹൃദയം എപ്പോഴും കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രതികാരം ചോദിക്കാനും നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കാനും പോയാൽ ദൈവമക്കളെ, കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം എല്ലാം നമ്മൾക്ക് നഷ്ടപ്പെടും. 1000 പേരുടെ ചീത്ത വാക്കുകൾ കേട്ടിട്ട് നമ്മളാരും നശിച്ചു പോകത്തില്ല, നമ്മളിലെ കൃപ നഷ്ടപ്പെട്ടു പോകത്തില്ല. ആമേ, സ്തോത്രം. പക്ഷേ അതേപോലെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മളിലെ നന്മ നമുക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട താലന്ത് തിരിച്ചെടുക്കാൻ പാടാ ദൈവമക്കളെ. അതുകൊണ്ട് കർത്താവ് തന്നെങ്കിൽ മാത്രമാണ്. കിട്ടിയ താലന്ത് നഷ്ടപ്പെടുത്താതെ പോകണമെങ്കിൽ എല്ലാം കർത്താവിന് വേണ്ടി ഏക്കാൻ ഒരു മനസ്സും കൂടെ നമുക്കുണ്ടായിരിക്കട്ടെ. നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമെന്ന്. ശത്രുക്കൾ നിമിത്തം ഇന്ന് ഏറ്റവും അധികം മാനസികമായി ഭാരനുഭവിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് കാണും. ചെയ്യാത്തത് ചെയ്തെന്ന് പറഞ്ഞ്, പറയാത്തത് പറഞ്ഞെന്ന് പറഞ്ഞ്, മാനസികമായി ശാരീരികമായിട്ടും എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ കൂടെ കാണും. ചിലപ്പോൾ നമുക്ക് പുറത്തുള്ളവരായിരിക്കാം. എന്നാലും വിശ്വസിക്കുന്ന ദൈവമക്കളെ, അവർക്കെതിരായിട്ടൊരു വാക്ക് പറയാനും പോണ്ട. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനോ കരുതലിനോ നമുക്കൊരു കുറവും വരുത്തണ്ട. എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ വാങ്ങുന്നതിനേക്കാളധികം കൊടുപ്പാനാണ് കർത്താവ് നമ്മളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ളത്, ആ സ്നേഹവും കരുതലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നമ്മളത് നിർത്തണ്ട. നമ്മൾ നിഷേധിച്ച് നമ്മളെ വിട്ടുമാറിയാൽ, മാറ്റി നിർത്തിയാൽ മാറി നിൽക്കുക, ചേർത്ത് നിർത്തിയാൽ ചേർത്ത് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ചേർന്ന് നിൽക്കുമ്പോൾ എന്തിനാണ് എന്നെ മാറ്റി നിർത്തിയെന്ന് ചോദിക്കാനും ഇടയാകാതിരിക്കട്ടെ. എന്താണ് ഇത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കർത്താവ് തന്നിട്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവരാരാണോ അവർക്ക് വേണ്ടി പറഞ്ഞു തന്ന. നമ്മൾക്ക് നമ്മളോട് പൊരുതുന്നവരുണ്ട്, വാദിക്കുന്നവരുണ്ട്. പക്ഷേ അവർക്കൊക്കെ എതിരായിട്ടൊരു വാക്ക് അല്ലെ അവർ പറഞ്ഞതിന് ഒപ്പത്തിനൊപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളിലെ ആ നന്മ നഷ്ടപ്പെടും. ദൈവമകളെ, ഒന്നോർത്ത് നോക്കിക്കേ. ചിലപ്പോൾ പറയല്ലേ, അങ്ങനെ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ചെയ്യണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കുറ്റബോധം വരികയല്ലേ. ആ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു പോയി, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി.
നമുക്കൊരു പ്രയാസത്തിനിട വരും. ആകയാൽ എത്രത്തോളം നമ്മൾ ഇങ്ങോട്ട് കേട്ടാലും അങ്ങോട്ട് പ്രതികരിക്കുന്നൊരു മനസ്സ് വരാതെ എല്ലാം ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തിട്ട് കർത്താവ് ഏൽപ്പിച്ചത് എന്താണോ അത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷക്കാരായി തീരുവാൻ കർത്താവ് ഒരുക്കട്ടെ. അവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്ന നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. ഉറപ്പായിട്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനൊരു തീരുമാനം വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവമക്കളെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നന്മ കാണും. നീ കുന്തമൂരി എന്നെ പിന്തുടരുന്ന വഴി അടച്ചു കളയണമെന്ന്. ഇതൊരു പ്രാർത്ഥനയാണ്. തുടർച്ചയായിട്ട് ജീവിതത്തിൻ്റെ സകല നന്മകളും കെടുത്തിക്കളയുന്നവർ എങ്ങനെയെങ്കിലും നമ്മൾ കരപറ്റി കയറി വരുമ്പോഴായിരിക്കാം അടുത്ത വിഷയം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളവർ ചുറ്റിപ്പറ്റി നമ്മുടെ കൂടെ നിൽക്കുമ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നീ കുന്തമൂരി എന്നെ പിന്തുടരുന്ന വഴി അടച്ചു കളയണമേ, ഞാൻ നിൻ്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. ആമേൻ. സ്തോത്രം. ഈ ഒരു വാക്ക് കേൾക്കാൻ ദാവീദ് രാജാവ് ആഗ്രഹിച്ചുവെങ്കിൽ ഇന്ന് നമുക്കും അത് ആഗ്രഹിക്കാം. നമ്മൾ ചെയ്യാനുള്ളത് കർത്താവിന് വേണ്ടി ചെയ്യേണ്ട പോലെ ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഓരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കർത്താവെ അടിക്കടിയായിട്ട് ശത്രു നിമിത്തം ഉണ്ടാകുമ്പോൾ കർത്താവെ സമാധാനമില്ലാതെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്നു പോകുന്നൊരവസ്ഥ, നിന്ദിക്കുന്നവരും പഴിക്കുന്നവരും വേറെയായിരിക്കുമ്പോൾ കർത്താവെ എങ്ങനെയെങ്കിലും കരപറ്റി കയറി വരുവാനായിട്ട് നോക്കുമ്പോൾ വീണ്ടും എൻ്റെ കർത്താവെ താഴ്ത്തിവിടുന്നൊരവസ്ഥ, ഒരിക്കലും സ്വസ്ഥത കൊടുക്കാതെ സമാധാനം കൊടുക്കാതെ കുടുംബത്തിലാണോ വേണ്ടപ്പെട്ടിലാണോ എൻ്റെ കർത്താവെ ആര് നിമിത്തമാണോ മനസ്സ് കർത്താവെ ഭാരപ്പെട്ട് ശരീരവും തളർന്ന് ഇരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവെ ഉള്ളത്തെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിയാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കൾക്ക് ഇതെല്ലാം സഹിക്കാൻ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് കൊടുത്ത ദൈവം അനുഗ്രഹിക്കണേ. കർത്താവെ ഇതൊന്നും നിമിത്തം പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് പോലും വന്നു ഭവിക്കാതെയും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നതിന് തടസ്സമുണ്ടാകാതെയും നിൻ്റെ മക്കളെ പ്രശ്നങ്ങളെ നോക്കാതെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ നിൻ്റെ മക്കളുടെ കണ്ണുകൾ ഇങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കണമേ. അത് നിമിത്തം കർത്താവെ കാലങ്ങളായിട്ട് പരാജയപ്പെടുത്തി മാനസികമായി ഭാരപ്പെടുത്തിക്കൊണ്ട് സ്വസ്ഥത കൊടുക്കാതെ തളർത്തിയ അനുഭവങ്ങൾ പലരിൽ നിന്നും ഉണ്ടാകുമ്പോൾ അടിക്കടി അത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ നിൻ്റെ മക്കളെ പിന്തുടരുന്ന ശത്രുക്കളെ ദൈവമേ നീ അവിടെ നിന്ന് വീണ്ടെടുത്ത് അവരെയും നിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിപ്പാൻ നിൻ്റെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ യേശുവേ, ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും നിൻ്റെ മക്കളെ തളർന്നൊരവസ്ഥയാണ് കർത്താവ്. ഈ പ്രാർത്ഥന സമയത്ത് നിൻ്റെ മക്കളെ ആത്മാവി ബലപ്പെടുത്തി എൻ്റെ കർത്താവ് ശക്തീകരിക്കണമേ. എൻ്റെ മക്കൾക്ക് ഭവനത്തിനകത്തും പുറത്തും സ്വർഗത്തിലെ ദൂതഗണങ്ങൾ കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശത്രു നിമിത്തം ഇനി നിൻ്റെ മക്കളുടെ ജീവിതത്തിലൊരു പരാജയം ഉണ്ടാകാതിരിക്കാൻ ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന നല്ല ദൈവത്തിൻ്റെ അത്ഭുതമേറിയ വീര്യപ്രവൃത്തി ഇന്ന് മുതൽ നിൻ്റെ മക്കൾക്ക് അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.